friends, welcome back to this new concept of Tekshora. This is Bindu Joseph from Kozhikode. നമ്മളുടെ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത്രമാത്രം വൈഡായിട്ട് ഇത്രമാത്രം തിക്കായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രേഡ് സീക്രട്ട് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, ആ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഏറ്റവും സ്ട്രെങ്തോടുകൂടെ ഒരു ചെടി പുഷ്പിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഏറ്റവും ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസിനെ മാത്രം പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആണെങ്കിൽ അതിൽ തിക്കായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. നല്ല ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ തന്നെ കറക്റ്റായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻ്റ്ലി ഓരോ പൂവുകൾ കഴിയുമ്പോഴും നമ്മൾ കറക്റ്റ് വളം കൊടുക്കുക. ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ മതിയാവും. മണ്ണ് ചാണകപ്പൊടി ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വളമായിട്ട് കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെടിയുടെ ഗ്രോത്ത് മുറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചെടിച്ചട്ടിയിൽ അതിൻ്റെ റൂട്ട് മാക്സിമം സ്ട്രെങ്തോടെ മാക്സിമം എമൗണ്ടിൽ ഉണ്ടായി കഴിയുമ്പോൾ ആ ചെടിച്ചട്ടി നമ്മൾ അതിൻ്റെ വലിയ സൈസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് എപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ, ഇതെങ്ങനെയാണ് മാറ്റേണ്ടത്? ചെടിയിൽ പൂവുള്ളപ്പോൾ നമുക്ക് ഒരു ചെറിയ ചെടിയെ അതിൻ്റെ വലിയ ചട്ടിയിലേക്ക് മാറ്റാൻ കഴിയുമോ, അതോ ചെടിയിൽ പൂവില്ലാത്ത സമയത്താണ് മാറ്റേണ്ടത് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, നിങ്ങൾക്ക് റിസ്ക് ആണെങ്കിൽ പൂക്കളില്ലാത്ത സമയത്ത് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഒരു ചെടിയിൽ നിറയെ പൂവുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ വലിയ ചട്ടിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും, വളരെ ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് നിറയെ പൂക്കളുള്ള ഒരു ചെടിയെ അതിൻ്റെ വലിയ ചെടിച്ചട്ടിയിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. മൊണാലിസ യെല്ലോ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി ബോഗൺവില്ലയാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെടി നല്ല ഗ്രോത്ത് ഉണ്ട്, പക്ഷേ അതിൻ്റെ അപ്രോക്സിമേറ്റ് അതിൻ്റെ ചട്ടിയുടെ വലിപ്പം കുറവാണ്. അപ്പോൾ ഈ ഒരു സൈസിൽ ഇത്രയും പുഷ്പിച്ച് നിൽക്കുമ്പോൾ തന്നെ ഈ ചട്ടിയെ നമുക്ക് ഇതിൻ്റെ വലിയ ചട്ടിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ മോണലിസയെ മാറ്റാൻ പോണത് ഈ ചട്ടിയിലേക്കാണ്. അതിൻ്റെ ഇരട്ടി സൈസുള്ള ഈ ചട്ടി, ഒരു 16 സൈസാണുള്ളത്. പ്ലാസ്റ്റിക് ചട്ടിയാണ്, വെയ്റ്റ്ലെസ് ആണ്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ പോട്ടി മിക്സർ, മണ്ണ് ചാണകപ്പൊടി, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഹോൾസ് എല്ലാം മടിയിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടി മിക്സർ തയ്യാറാക്കി ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഈ മോണാലിസി ഇതിനകത്തേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതുപോലെ നിറയെ ഹോൾസ് വേണം, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയെങ്കിലും ഹോൾസ് വേണം. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. അപ്പോൾ വെള്ളം വാർന്നു പോകാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള എല്ലാ ഹോൾസും റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് പോട്ടി മിക്സർ നിറച്ചിരിക്കുന്നത്. ഇങ്ങനെ മാറ്റുന്നതിന് നമുക്ക് 2 ആൾ വേണം. ഒരാൾ നമ്മൾ തലേ ദിവസം ചെടി നനയ്ക്കാതിരുന്നുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ ചെടിച്ചട്ടി നേരെ തലയും കുത്തനെ പിടിച്ചിരിക്കുക. ഒരാൾ ചെടിച്ചട്ടി മുകളിൽ നിന്ന് മാറ്റുന്നു, അടുത്ത ആൾ കറക്റ്റ് കുറ്റിയിൽ നിന്നും തള്ളിയെടുക്കുന്നത് പോലെ നമ്മൾ അത് എടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ എല്ലാ റൂട്ടുകളും ഉണ്ടോ, കറക്റ്റ് റൂട്ടുകൾ ഇവിടെ എക്സസൈസ് വന്നിരിക്കുക. അപ്പോൾ കറക്റ്റ് എല്ലാ വേരുകളും ഇവിടെ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് കറക്റ്റ് എമൗണ്ട് പോട്ടി മിക്സർ കൊടുക്കണം, എന്നാലും നല്ലൊരു ഗ്രോത്ത് അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അടിയിൽ നമ്മൾ കാൽഭാഗം നിറച്ച് വെച്ചിരിക്കുന്ന പോട്ടി മിക്സർ ഉണ്ട്, അതിന് മുകളിലേക്ക് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ചുറ്റും ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സറിൻ്റെ സൈഡിലൂടെ ഇട്ട് ഇത് ഫില്ല് ചെയ്യാൻ പോകണം. ഇതാണ് നമ്മളുടെ വളങ്ങൾ. എല്ലുപൊടിയുണ്ട്, ചാണകപ്പൊടിയുണ്ട്, പിന്നെ ഇതൊരു ജൈവ വളമാണ്. ഇതെല്ലാം കൂടെ നമ്മൾ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഈ പോട്ടി മിക്സറാണ് നമ്മൾ സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. പുട്ടിന് പൊടി കുഴയ്ക്കുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പോട്ടി മിക്സർ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. ഫില്ല് ചെയ്യേണ്ട ആ സൈഡിലൂടെ എല്ലാം തന്നെ ഈ പോട്ടി മിക്സർ നിറച്ച് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ് ചെടി പൂത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ വലിയ സൈസിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ പൂ കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രിയൻസ് മാക്സിമം നമ്മളിത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ പൂവിന് ശേഷം അടുത്ത പൂവും കൂടെ വരും എന്നുള്ളതാണ് ഇങ്ങനെയൊരു ബെനിഫിറ്റ്. മാത്രമല്ല നമ്മൾ ഇതിനു മുമ്പ് വളരെ ശക്തമായിട്ട് പൂത്തിട്ടുള്ള ചെടികളൊക്കെ ഒരു പൂ കഴിയുമ്പോഴത്തേക്കും ചെടികൾക്ക് ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്നുകിൽ പോട്ടി മിക്സർ ഇതിനകത്ത് ഇട്ട് കൊടുക്കും, അതല്ല എങ്കിൽ നമ്മൾ ഇതിൻ്റെ വലിയ സൈസ് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കും. ചട്ടി മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക. നമ്മുടെ മോണാലിസയെ എത്രയും പെട്ടെന്ന് തന്നെ നല്ല സൺലൈറ്റിലേക്ക് മാറ്റാവുന്നതാണ്. മോണാലിസയെ വെല്ലുന്ന
സൗന്ദര്യമായി നമ്മുടെ മോണോലോസ യെല്ലോ. ചെടിച്ചട്ടി മാറ്റിയിരിക്കുന്ന മറ്റൊരു മോണോലോസ യെല്ലോ. ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്ന വെറൈറ്റി ആണിത്. ഇതെല്ലാം തന്നെ ചില്ലി ഐസ്ക്രീംസ് ആണ്. ഇതിൻ്റെ ഏറ്റവും മാക്സിമം പൂത്ത വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെടിക്ക് ഭയങ്കര ക്ഷീണമായി, പൂക്കൾക്കാണെങ്കിലും ശക്തിയില്ല, ഇലയാണെങ്കിലും ശക്തിയില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ വലിയ സൈസ് ചട്ടിയിലേക്ക് ഇതാ ഇപ്പോൾ നമ്മൾ കാണിച്ച മാതൃകയിൽ അടുത്ത ചട്ടിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇതിനെല്ലാം ഇപ്പം ഒരു 15 ദിവസത്തിനുള്ളിൽ ചട്ടി അല്ലെങ്കിൽ ചെടിക്ക് നല്ല ഗ്രോത്ത് ആവും. അതുപോലെ തന്നെ ഈ പൂക്കളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് പൂക്കാനും ഇത് കാരണമാകും. അപ്പോൾ നമ്മളുടെ ഈ മാജിക് ഫ്ലവേഴ്സിൻ്റെ ട്രേഡ് സീക്രട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാമായി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായി ടെക്ഫ്ലോറ ചാനൽ വീഡിയോ കാണുന്നവർ അതിലെ സബ്സ്ക്രൈബ് ബട്ടണും അതിലെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കും. So we will meet again with a new concept. Till then, bye bye.